എന്ന സിനിമയുടെ ഫുൾ മ്യൂസിക്കൽ ടീമാണ് ഇവിടെ വേദിയിലുള്ളത്. ഞങ്ങൾ സരിഗമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ടൈറ്റിൽ സോങ്, ഒരു പ്രൊമോ സോങ്, 5 സ്റ്റോറി സോങ് പ്ലസ് 2 തീം സോങ്. വൺ മോർ സ്മോൾ ഗേൾ പ്രാർത്ഥന ചൊല്ലു. ആൻഡ് ഗോഡ്ഫ്രേ ജുബൈർ നോളിവുഡ് ഫാമിലിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത എൻ്റെ നാടിന് വേണ്ടി നിങ്ങളുടെ എല്ലാം കരുത്താണ് സിനിമ. ഈ സിനിമയുടെ കരുത്ത് ഈ സിനിമയിലെ പാട്ടാണ്. സരിഗമയിലൂടെ ഞങ്ങൾ ഈ പാട്ട് ഇന്ന് നിങ്ങൾക്ക് കൊണ്ട് അവതരിപ്പിക്കുകയാണ്. വയസ്സത്തെ 30 എന്ന സിനിമയിലെ എല്ലാ പാട്ടും. നല്ലൊരു കൈയ്യടി പ്ലീസ്. ഫിലിംസിന്റെ ഈ തുടക്കയാത്രയിൽ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലെന്നെ അംഗമാക്കിയ നമ്മുടെ വയസ്സ് 30 എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഷിജുവേട്ടൻ, അജയേട്ടൻ, ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരുപാട് ടെൻഷൻ. എല്ലാവരും ക്ഷമിക്കും. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഗുരുസ്ഥാനത്തേട്ടൻ, ഉണ്ണിയേട്ടൻ, ഉണ്ണിരാജേട്ടൻ ചെറുപ്പം മുതൽ കാണുന്ന ഉണ്ണിയേട്ടൻ, അതുപോലെ പത്മകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല, പക്ഷേ ഞാൻ TV കാണും, അതുപോലെ സിനിമ കാണും, ആസ്വദിക്കും. അങ്ങനെ ഒരു നല്ലൊരു ആക്ടറാവണമെന്നെല്ലാം മനസ്സിൽ കയറാൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക. ഒരു കാര്യത്തിന് ലിമിറ്റില്ലാത്ത, കൂടെ സ്നേഹത്തിനും ഒരു ലിമിറ്റും വയ്ക്കാത്ത ഒരു കൂട്ടമാണ് ഈ വയസ്സത്തിലെ 30 എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു കൂട്ടായ്മ. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ നാട് മുഴുവൻ ഒരു സിനിമയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്. ഏകദേശം 100 എന്നോട് അടുത്തു തോന്നുന്നല്ലേ? അയ്യോ, ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഫെബ്രുവരി 29 ശേഷം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിജുവേട്ടനും പപ്പേട്ടനും അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഫൈസൽ മാഷുണ്ട് ഇവിടെ. ഫൈസൽ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും, പിന്നെ പ്രശാന്ത് മുരളി, ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, താങ്ക് യു. എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹം ഒരു പഞ്ചവാദ്യ കലാകാരൻ കൂടിയാണ്. മലബാറിൽ അറിയപ്പെടുന്ന വൈക്കലശ്ശേരി തെരു പഞ്ചവാദ്യ സംഘത്തിന്റെ സ്ഥാപകനായ ശ്രീ അജയൻ തന്റെ പ്രതിഭാ വൈഭവം കൊണ്ട് ഈ സിനിമയുടെ സമസ്ത മേഖലകളിലും കർമ്മനിരതനായിരുന്നു. വയസ്സെത്രയായി 30 എന്ന ചിത്രത്തിന്റെ ഓണറബിൾ പ്രൊഡ്യൂസർ ശ്രീ അജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച അദ്ദേഹത്തിന്റെ സിനിമാ പ്രയാണം
ഇന്ന് ഫെഫ്ക എന്ന മലയാള സിനിമാ മേഖലയിലെ കരുത്തുറ്റ തൊഴിലാളി സംഘടനയുടെ നേതൃനിരയിൽ സംവിധായക കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നു. 1991 പുറത്തിറങ്ങിയ ആനവാൽ മോതിരം, 1992 വെള്ളിത്തിരയിലെത്തിയ ചെപ്പടി വിദ്യ തുടങ്ങി മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളും സിനിമാ മുഹൂർത്തങ്ങളും അദ്ദേഹം മലയാളികൾക്ക് നൽകി. സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ മാതൃകയായ ശ്രീ GS വിജയനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 2003 അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായ ശ്രീ M പത്മകുമാർ ഏറെ താമസിയാതെ വാസ്തവം എന്ന ചിത്രത്തോടെ പുരസ്കാര നിറവിലൂടെയും നിരൂപക പ്രശംസയിലൂടെയും പുതിയ ഉയരങ്ങളിലേക്കെത്തി. ജോസഫ്, മാമാങ്കം എന്നീ സമീപകാല ചിത്രങ്ങൾ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് നമുക്ക് മുൻപിലെ ചരിത്ര സാക്ഷ്യങ്ങളാണ്. സമാദരണീയനായ ഈ അതുല്യ കലാകാരന്റെ സാന്നിധ്യം വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രത്തിന്റെ ഓഡിയോ പ്രകാശന ചടങ്ങിലെ പൊൻതിളക്കം തന്നെയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ M പത്മകുമാർ. ഉത്രാട നക്ഷത്രം ഉണ്ടാവും. ഉത്രാടം നമുക്കൊരു ഓഫറുണ്ട്. സോമാർപേട്ടിൽ ഒരു പൊണ്ണു. എന്താ മോളെ പ്രശ്നം? ഇതാണ് മോനെ പ്രകാശൻ. 4ാം ക്ലാസ് തൊട്ട് വർഷത്തോടെ പ്രശ്നമല്ലേ? ഇപ്പൊ ഒന്നുമില്ല. ഇനി മസാല കൂട്ടി നോട്ടീസ് അടിക്കാൻ നിൽക്കണ്ട. വയസ്സെത്രയെന്ന് പറഞ്ഞേ. പ്രകാശൻ കാണാ നായകൻ്റെ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം ഒറ്റ ഷോട്ടിൽ റെഡിയാക്കുമ്പോൾ നമ്മളൊരു 6-7 ഷോട്ടിൽ റെഡിയാക്കണം എന്നുള്ള വലിയ കടമയുള്ള കാര്യമാണ്. പ്രൊഡ്യൂസർ കൂടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയുകയില്ല തെറ്റിയാലോ. അതുകൊണ്ട് ഞാൻ തന്നെ മെല്ലെ നായകനോട് പോയി ചോദിക്കലാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം സുകാര്യം വിളിച്ചു പറയും, ഒന്നുകൂടി ഉഷാറാക്കുക എന്നെ ഉഷാറാക്കി എത്തുന്നൊരു പ്രശാന്തനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ബാക്കി പിന്നെ എനിക്ക് വേറെ ചാൻസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ലൊക്കേഷനിൽ വന്നപ്പോഴും പടം കഴിഞ്ഞപ്പോഴും മീഡിയക്കാരും എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് നായകനെന്ന്. പ്രശാന്ത് മുരളി. ഇത് ഫഹദ് ഫാസിനെ പോലെയുള്ള പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാണ്. 2024 ഫെബ്രുവരിക്ക് ശേഷം പ്രശാന്ത് മുരളിയെ പോലെ ഫഹദ് ഫാസിൽ എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞ ഈ ഗ്രൂപ്പിൻ്റെ ഇവരുടെ പുതിയ രീതിയിലുള്ള, അതായത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഒരു കീപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ എന്റെ മോന്റെ തിരുമെല്ലാം ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞാല പോകും. അതും മക്കൾക്ക് കൊടുക്കും, എന്റെ മോനെയും കൊടുക്കും. വകയിലേക്ക് ഞാൻ ഇവിടെ വന്നത് ആള് വിചാരിച്ച പോലെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം
കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര മക്കളുണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല, ഓരോ മക്കൾക്കും വീടും സ്ഥലവും ഇതെല്ലാം ആക്കി കൊടുത്ത ആളാണ്. ചെറിയ പുള്ളിയല്ല കേട്ടോ, സ്വന്തമായിട്ട് അധ്വാനിക്കും. ഞങ്ങൾ പേര് കൊടുത്ത നമ്മൾ പണ്ട് കേൾക്കാറുണ്ട് ചെറുപ്പകാലങ്ങളിൽ ദൈവം നമുക്ക് കഷ്ടപ്പെട്ടിട്ടുള്ള പലതിനും. സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ്. ഞാൻ 2-3 വർഷം മുത്തശ്ശിനെയും കൊണ്ട് എറണാകുളത്തൊക്കെ വരേണ്ട ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോക്ക് ചെയ്തത്. ഇത് ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങൾ പ്രൊഡ്യൂസർ ആണെങ്കിലും ശരി, ഇപ്പം മോനെ കൊണ്ട് പണയം വെച്ചിട്ടുണ്ട് വിറ്റിന് സോമത, അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മുത്തശ്ശിക്ക് നല്ലൊരു കൈ കൊടുത്ത് നിങ്ങൾ